ഇന്നത്തെ നമ്മുടെ യാത്ര ബിജ്നോർ മിഷന്റെ രൂപതയുടെ ഏറ്റവും വലിയ ഇടവക സ്ഥിതി ചെയ്യുന്ന ബിജ്നോറിലുള്ള ബിക്കാവാലയിലേക്കാണ്. ബിജ്നോർ മിഷന്റെ തുടക്കകാലമായ 1972 ബിക്കാവാലയിൽ ഒരു ദേവാലയം തുടങ്ങുമ്പോൾ പ്രഥമ മെത്രാൻ മാർ ഗ്രേഷ്യൻ മുണ്ടാടൻ ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല ബിജ്നോർ രൂപതയിൽ ഏറ്റവും കൂടുതൽ കത്തോലിക്കരുടെ പറുദീസയായി തീരും ഈ ബിക്കാവാലയെന്ന്. ഈ മിഷൻ ചരിത്രം പറയുന്നത് ഇവിടെ മിഷൻ പ്രവർത്തനം തുടങ്ങാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ക്രിസ്തീയ കുടുംബത്തെ ദൈവം ഒരുക്കിയിരുന്നതായി സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് ഇവിടെയുള്ള ജനങ്ങൾ വളരെ മുമ്പ് തന്നെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരെ ആദരിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണ്. ഇന്ന് നാം ഈ മേഖലകളിലൂടെ ആയാസരഹിതമായി സഞ്ചരിക്കുമ്പോഴും നമുക്കിവിടെ ദൃശ്യമാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് വരെ ഏതെല്ലാം രീതിയിൽ അധ്വാനിച്ചായിരിക്കും ഇതിലൂടെ ഇവിടെയുള്ള ജനങ്ങളും മിഷണറിമാരും സഞ്ചരിച്ചു കാണുക. ബിക്കാവാലയെന്ന് വിളിക്കുന്ന ഈ പ്രദേശം ഏകദേശം 40ഓളം ഗ്രാമസമൂഹങ്ങൾ അടങ്ങിയതാണ്. ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ ഉൾപ്പെടുന്ന ബിക്കാവാല UP ഉത്തരാഖണ്ഡ് അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിന് 5 ചെറിയ കുരിശു ദേവാലയങ്ങളുണ്ട്. ഇന്നത്തെ യാത്രയിൽ ആദ്യം ബിക്കാവാലയിലുള്ള തുരത്പൂർ എന്ന ഗ്രാമത്തിലുള്ള ഒരു ചെറിയ ദേവാലയത്തിലേക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ സഞ്ചരിക്കണം അവിടെ എത്താൻ. അത് വേറിട്ടൊരു യാത്രാനുഭവം നൽകുന്നു. 28 കത്തോലിക്ക കുടുംബമുള്ള തുരത്പൂറിലേക്കുള്ള മിഷണറിമാരുടെ ഒരു യാത്ര. തുരത്പൂർ ഗ്രാമവാസികളുടെ എക്കാലത്തെയും വിശ്വസ്തമായ ഗതാഗത സൗകര്യമാണ് ഈ പോത്തും വണ്ടി. ബസ്സുകൾ തീരെ കുറവുള്ളതിനാലും ഒറ്റപ്പെട്ട ചില ഗ്രാമങ്ങളിലേക്കും എത്തിപ്പെടാനുമായി ഇവിടുത്തെ ജനങ്ങളുടെ ജനകീയ വാഹനം. ബിക്കാവാല ഇടവക ദേവാലയത്തിന് കീഴിലുള്ള 5 ചെറിയ പള്ളികളിലൊന്നാണ് തുരത്പൂരിലുള്ള ഈ സെന്റ് ഫ്രാൻസിസ് ദേവാലയം. ഇവിടുത്തെ ജനങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ടവരാണ് ഈ മിഷണറിമാർ. സ്വന്തമായി ഭവനം പോലും ഇല്ലാത്തവരാണ് മിക്കവരും. 28 കുടുംബങ്ങളുള്ള ഈ ദേവാലയം സജീവമാകുന്നത് ഞായറാഴ്ചയിലാണ്. ആ ദിവസം ഈ തുരത്പൂരിലെ ജനങ്ങൾക്ക് ഉത്സവമാണ്. ഇതെല്ലാം ഇവിടുത്തെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്സാഹം പകരുന്നു. നാം ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം തുരൈപ്പൂർ എന്ന ഒരു ചെറിയ ഇടവകയാണ്. ഇത് ബിജ്നോർ രൂപതയിലെ ബിക്കാവാല എന്ന ഇടവകയിൽപ്പെട്ട 5 ചെറിയ ഇടവകളിൽ ഒന്നാണ്. ഇതിന് ചരിത്രപ്രധാനമായ ഒരു വൈശിഷ്ട്യം ഉണ്ട്. ഈ ബിക്കാവാലയിൽ നമ്മൾ വരുന്നതിന് ഇടയായ അവസരത്തിൽ ഇവിടെ ഒരു കത്തോലിക്ക കുടുംബമുണ്ടായിരുന്നു. മിസ്റ്റർ റോണി മെക്കറ്റീഷ് എന്ന ആ കുടുംബം. അവർ ആംഗ്ലോ ഇന്ത്യൻസ് ആയിരുന്നു. നാം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഈ കുടുംബം നമ്മെ വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിച്ചു. ഇത്ര വിശാലമായ ഈ ബിജ്നോർ രൂപതയിൽ അന്ന് 1972 യാതൊരു ക്രൈസ്തവ ദേവാലയമോ സ്ഥാപനങ്ങളോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇവരായിരുന്നു നമ്മളെ ശുശ്രൂഷിച്ചിരുന്നവർ. ഞായറാഴ്ച ദിവസത്തിൽ ഇവരുടെ കുടുംബത്തിൽ ഒരു മുറിയിൽ നമ്മൾ കുർബാന ചൊല്ലും. എന്നാൽ പിന്നീട് നമുക്കറിയാവുന്നതുപോലെ ഇവിടെ ഇപ്പോൾ 5 ഇടവകകളുണ്ട്, ചെറിയ ഇടവകൾ ഈ ബിക്കാവാല പള്ളിയുടെ കീഴിൽ. ഈ ദേവാലയം ഇവിടെ സ്ഥാപിച്ചിട്ട്, ദേവാലയം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആ വലിയ ദേവാലയത്തിൻ്റെ പങ്കൊന്നും മട്ടൊന്നും ഇതിനില്ല. ഒരു ചെറിയ വൈക്കോൽ കൊണ്ട് മേഞ്ഞ പള്ളിയാണിത്. എന്നാൽ ഇവിടുത്തെ ജനങ്ങൾ കുർബാനയിലും മറ്റു കാര്യങ്ങളിലും ദൈവിക കാര്യങ്ങളിലൊക്കെ അവർക്ക് അങ്ങേയറ്റം താല്പര്യവും സന്തോഷവുമുണ്ട്. അതിനാൽ തന്നെ ഇവിടുത്തെ വൈദികരെയും സഹോദരിമാരെയും ഇവരോടുകൂടി വർക്ക് ചെയ്യുന്നതിന് വളരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ജനത്തിൻ്റെ സ്നേഹോഷ്മളമായ ആതിഥ്യം സ്വീകരിക്കുമ്പോൾ യാത്രയിലുണ്ടായിരുന്ന എല്ലാ ക്ഷീണവും ഇല്ലാതാക്കി അത് ഒരു നവോന്മേഷം പ്രദാനം ചെയ്യുന്നു. ആ ഒരു ആത്മീയ ഉത്സാഹമാണ്
ഇന്ന് ലോകത്ത് പല സ്ഥലങ്ങളിലും നടക്കുന്ന മിഷണറി പ്രവർത്തനത്തിൻ്റെയെല്ലാം ഊർജ സ്രോതസ്സ്. ഇവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അവർ മിഷണറിമാരോടൊപ്പം കിട്ടുന്ന സമയമെല്ലാം എല്ലാ ജോലികളും ഉപേക്ഷിച്ച് ഇവിടെ പ്രാർത്ഥനയ്ക്കായി സന്നിഹിതരാകുന്നു. ആ ഒരു മനോഭാവം ഈ പ്രദേശത്തെ ഒന്നാകെ വിശുദ്ധീകരിക്കുന്നു. നമുക്കും ഈ വിശുദ്ധമായ ആലയത്തിലേക്ക് പ്രവേശിക്കാം. വൈക്കോൽ കൊണ്ട് ഇവിടെ ഇങ്ങനെയൊരു ദേവാലയം നിർമ്മിക്കാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിച്ചത് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. തങ്ങളുടെ സ്വന്തം ഗ്രാമത്തിൽ വെച്ച് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നത് ഇവരുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ബിജിനോർ മിഷനു വേണ്ടി ഈ തുരത്പൂർ ഇടവക ഒരു വൈദികനെ സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കന്യാസ്ത്രീയെയും ഈ തുരത്പൂരിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെ ഈ തുരത്പൂർ ഗ്രാമം ദൈവവിളികളുടെ ഒരു ഗ്രാമമായും മാറുന്നു. നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും ലോകത്തിൻ്റെ ഓരോ കോണിലും ഓരോ കുർബാന വീതം അർപ്പിക്കപ്പെടുന്നുവെന്നാണ് സഭാപരമായ കണക്ക്. അതിലെ ഒരു നിമിഷമായി ദൈവസന്നിധിയിൽ എണ്ണപ്പെടാൻ ഈ വൈക്കോൽ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന കുർബാനയും ഉൾപ്പെടുന്നു എന്നത് ഈ പ്രദേശത്തെ അനുഗ്രഹീതമാക്കുന്നു. നിരക്ഷരരായ കർഷകരും കൂലിപ്പണിക്കാരുമാണ് ഈ കൊച്ചിടവകയിലെ പ്രധാന അംഗങ്ങൾ. ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ വക്താക്കളാകാനും പരിശ്രമിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഇവിടുത്തെ ജനങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വളരെ സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു. 1980കളിൽ തുരത്പൂരിലെ ദേവാലയം നിൽക്കുന്ന ഈ സ്ഥലം രൂപത വാങ്ങിയപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വേലയും കൂലിയുമെല്ലാം ഉപേക്ഷിച്ച് ഈ ദേവാലയ നിർമ്മാണത്തിൽ വ്യാപൃതരായിരുന്നു. ഇപ്പോൾ ഇവിടെയുള്ള തുരത്പൂർ നിവാസികൾക്ക് ഇവിടെ ഒരു ചെറിയ പള്ളി, അതും മഴ വന്നാൽ ചോരാത്ത മേൽക്കൂരയോടുകൂടിയ ഒരാലയം പണിയണമെന്ന ആഗ്രഹം തന്നെയുണ്ട്. അതിനായി ഇവിടുത്തെ മിഷണറിമാരും ത്യാഗോജ്വലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അത് ഇവിടുത്തെ മിഷണറിമാരും ജനങ്ങളുമടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ്. അതിൽ ഓരോരുത്തരും തങ്ങൾക്കുള്ള ചെറിയ വരുമാനത്തിൻ്റെ ഒരു പങ്ക് നിക്ഷേപിക്കുന്നു. അതെത്രയും വേഗം പ്രാവർത്തികമാക്കാനാണ് ഈ തുരത്പൂർ നിവാസികളുടെ മുഖ്യമായ പ്രാർത്ഥന. ഈ ഇടവകയിലെ ഒട്ടുമിക്ക കുടുംബവും കിലോമീറ്ററുകൾ അകലെയാണ് താമസിക്കുന്നത്. വെളുപ്പിന് വീട്ടിൽ നിന്ന് മണിക്കൂറുകൾ നടന്നു വേണം ഇവിടെ എത്താനും അതുപോലെ തന്നെ തിരിച്ച് ഭവനങ്ങളിലേക്ക് പോകാനും. അങ്ങനെ ഈ വിശുദ്ധ ദിനത്തിൽ പൂർണ്ണമായ ത്യാഗവും സഹനവും നിറഞ്ഞ ഒരു ദിനമായി തിരുമുമ്പിൽ സമർപ്പിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധിക്കുന്നു. ഇങ്ങനെയൊരു ഇടവക ഈ മിഷൻ രൂപതയ്ക്ക് നൽകിയതിനും ഇവിടുത്തെ അജഗണത്തെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂട്ടാനുമുള്ള അവസരം നൽകിയതിനും ജഗദീശ്വരന് നന്ദി പറഞ്ഞ് നിറമനസ്സോടെ അടുത്ത മിഷൻ സ്റ്റേഷനിലേക്ക് വിശ്രമമില്ലാതെ യാത്രയാവുന്നു ഇവിടുത്തെ മിഷണറിമാർ. ഇന്നത്തെ അടുത്ത സന്ദർശനം ബിക്കാവാല ഇടവകയുടെ ഗംഗാപ്പാറിലുള്ള കുരിശുപള്ളിയിലേക്കാണ്. തുരത്പൂരിൽ നിന്ന് ഗംഗാപ്പാറിലേക്ക് പോകാൻ രാംഗംഗ എന്ന ഗംഗയുടെ പോഷക നദിയുടെ കുറുകെ സഞ്ചരിക്കണം. ഉത്തരാഖണ്ഡിൻ്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് രാംഗംഗ ഒഴുകിയെത്തുന്നത് ഹിമാലയ സാനുക്കളിൽ നിന്നാണ്. രാംഗംഗ ഇവിടെ നിന്നും ഏകദേശം 150 കിലോമീറ്റർ കൂടി ഒഴുകി ഗംഗയിൽ സംയോജിക്കുന്നു. ഈ നദീജലം വൈദ്യുതി ഉൽപ്പാദനത്തിനും കൃഷിക്കുമായി ഉപയോഗിച്ചു പോരുന്നു. കാലഘട്ടിലാണ് രാംഗംഗ നദിയെ ബന്ധപ്പെട്ടുള്ള അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ആ ഡാം ഇരു സംസ്ഥാനങ്ങളും സംയുക്തമായ ഉടമ്പടിയിലൂടെയാണ് ഉപയോഗിക്കുന്നത്. ഡാമിൽ നിന്നും ഒഴുകി വരുന്ന ജലം ഉത്തർപ്രദേശ് സംസ്ഥാനം കൃഷിക്കായി ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉത്തരാഖണ്ഡും ഉപയോഗിച്ചു പോരുന്നു. വർഷത്തിലൊരിക്കൽ രാംഗംഗ ഈ പ്രദേശമൊന്നാകെ വിഴുങ്ങും. ജൂലൈ മാസം മുതൽ ഏകദേശം 3 മാസത്തേക്ക് പ്രളയവും കെടുതിയും ഇവിടുത്തെ ജനജീവിതം പൂർണ്ണമായും ദുസ്സഹമാക്കുന്നു. ഈ കഷ്ടപ്പാടും യാതനയും നിറഞ്ഞ ജീവിതമാണ്
ഇവിടം ഒരു മിഷൻ സ്റ്റേഷനാക്കാനുള്ള പ്രധാന കാരണം. ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയും പ്രവർത്തനവും അത്യാവശ്യമായ മേഖല കൂടിയാണ് ഈ ഗംഗാപാർ. ഒരു വർഷം കൊണ്ട് കെട്ടിപ്പടുത്ത ഭവനങ്ങളും സ്വപ്നങ്ങളും വർഷകാലത്തെ വെള്ളപ്പൊക്കം ഇവിടം നാമാവശേഷമാക്കുന്നു. ഏകദേശം 3000-നും 4000-നുമിടയിലുള്ള കുടുംബങ്ങൾ ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ ആകെയുള്ള വരുമാനമാർഗം കൃഷിയാണ്. ഗോതമ്പും കരിമ്പും നെല്ലുമാണ് പ്രധാന കൃഷി. വെള്ളം കരകവിഞ്ഞു പൊങ്ങുമ്പോൾ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമിയാണ് വെള്ളത്തിലാകുന്നതും കൃഷി നശിക്കുന്നതും. മിഷണറി പ്രവർത്തനത്തിന് ഏറ്റവും തടസ്സമായി വരുന്നത് ഈ ഗ്രാമങ്ങളിലൂടെയുള്ള ദുഷ്കരമായ യാത്രകളാണ്. എന്ത് തടസ്സങ്ങൾ വന്നാലും ഇവിടുത്തെ മിഷണറിമാർ ഗംഗാപാറിലുള്ള തങ്ങളുടെ ജനങ്ങളുടെ അടുക്കലേക്ക് എത്തിച്ചേരും. പ്രകൃതിക്ഷോഭം ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ ഭീതിയും നിരാശയും നിഴലിപ്പിക്കുന്നു. അവർ എപ്പോഴും ഒരു ഭയത്തോടെയാണ് രാംഗംഗ നദിയെ വീക്ഷിക്കുന്നത്. രാംഗംഗയുടെ കുറുകെയുള്ള പാലം കൂടിയില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ ജനം തികച്ചും ഒറ്റപ്പെട്ടു പോയേനെ. ഇന്നും ഭാരതത്തിൻ്റെ പല കോണുകളിലുമുള്ള ഒട്ടുമിക്ക ഗ്രാമത്തിൻ്റെയും അവസ്ഥ ഇതുപോലെയും ഇതിനേക്കാൾ ശോചനീയവുമാണെന്ന വസ്തുത നാം സംഗ്രഹിക്കേണ്ടതാണ്. ഈ വർഷമെങ്കിലും വെള്ളപ്പൊക്കമുണ്ടാകല്ലേ എന്നാണ് ഇവിടുത്തെ ഓരോ കർഷകന്റെയും നെഞ്ചുരുകിയുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം. ഇന്ന് ഇവിടെയുള്ള ജീവിതം പ്രധാനമായും പ്രകൃതിയുമായി മല്ലടിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. തങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനായിട്ടുള്ള നിരന്തര പരിശ്രമം. ഇനി പാഴാക്കാൻ സമയമില്ല എന്ന ചിന്തയോടെയുള്ള ഇവരുടെ പ്രവർത്തനത്തിന് ഉന്നമനം ലഭിക്കാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ഇവിടെ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ ഡാമിൻ്റെ വെള്ളത്തിൻ്റെ പരിധിയെല്ലാം കഴിഞ്ഞ് മുകളിലോട്ട് പോയപ്പോൾ, വെള്ളം കൂടിയപ്പോൾ ആ ഡാമിലെ വെള്ളം തുറന്നു വിടേണ്ടി വന്നു. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ വീടുകളും തന്നെ 3000-ത്തിലധികം വീടുകൾ നാമാവിശേഷമായി. അവരുടെ കൃഷിസ്ഥലങ്ങളും മറ്റും അതുപോലെയുള്ള ഭൂമികളും എല്ലാം വളരെ അപകടസ്ഥിതിയിലേക്ക് വന്നുപോയി. അങ്ങനെയിരിക്കുന്ന ആ അവസരത്തിൽ അവരുടെ അടുക്കിലേക്ക് പോകുന്നതിന് പോലും ബുദ്ധിമുട്ടായിരുന്നു. റോഡുകളില്ലായിരുന്നു. വളരെ വിഷമിച്ചാണ് നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും അവിടെ എത്തിച്ചേരുന്നതിനിടയായത്. അവിടെ ചെന്ന് അവർക്ക് തുണിയും വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും എല്ലാം നമ്മൾ കൊടുത്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ 2ഉം 3ഉം മുറികളുള്ള കുഞ്ഞു വീടുകൾ അവർക്ക് പള്ളിയുടെ പേരിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവിടെ നമ്മൾ ആ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഇവിടുത്തെ പ്രധാനും നമ്മളോടൊന്നിച്ച് സഹകരിച്ചു. 40,000 രൂപ വെച്ച് ഓരോ കുടുംബത്തിനും ആ ഗവൺമെൻറ്റിൽ നിന്ന് കാശ് പ്രധാൻ തന്നെ വാങ്ങിച്ച് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ കുടുംബത്തിന് വേണ്ടി സഹായം ചെയ്തപ്പോൾ ആ സഹോദരങ്ങൾ, നമ്മോട് കൂടിയുള്ള സഹോദരങ്ങൾ അവരെ സഹായിക്കാനായിട്ടുള്ള സന്മനസ് കാണിച്ചു എന്നുള്ളത് ഏറ്റവും സ്തുത്യർഹമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളതായ ഒരു സംഗതിയാണ് ഇത് അടങ്ങിയിരിക്കുന്നത്. നാം മനുഷ്യരെ ഈശോയുടെ നാമത്തിൽ സ്നേഹിക്കുമ്പോൾ മനുഷ്യരെല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നവരായിത്തീരും. ഇതാണ് നാം ഇവിടെ കാണുന്നത്. ഗംഗാപാറിലെ ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിലെ കെടുതികൾ മൂലം അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും വിസ്മരിക്കാൻ ഒരിടം. ഇതാണ് സെന്റ് അൽഫോൻസ സത്സംഗ്. സത്സംഗ് എന്ന ഈ കൂട്ടായ്മയുടെ അർത്ഥം തന്നെ സാത്സംഗ്, കൂടെ വസിക്കുക എന്നതാണ്. ഈ കൂട്ടായ്മ ക്രിസ്തുഭക്തരാൽ സന്നിഹിതമാണ്. ഇവിടെയുള്ള ഓരോ വ്യക്തിയും തങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസ്ഥയിൽ തങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതം അനുഭവിച്ചറിഞ്ഞവരാണ്. എല്ലാ ഞായറാഴ്ചയും ഇവിടെ വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും നടത്തപ്പെടുന്നു.
ഇതിനിടയിൽ പലർക്കും രോഗശാന്തി ലഭിക്കുന്നു. അത് ചിലപ്പോൾ 300ഓളം പേരടങ്ങുന്ന ഒരു സമൂഹത്തിന് തന്നെ ചെറുതും വലുതുമായ പല രോഗങ്ങളിൽ നിന്ന് മുക്തി നേടിക്കൊടുക്കുന്നു. ഇവിടെ പല വിഭാഗത്തിലുള്ള ജനങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. അവർക്ക് നൽകുന്ന വചനാധിഷ്ഠിതമായ പ്രബോധനങ്ങളാണ് ഇവിടെയുള്ളവരെ പ്രത്യാശാപൂർണമായിട്ടുള്ള ജീവിതത്തിന് ഉതകുമാറാക്കുന്നത്. ഇന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രതീക്ഷാപൂർണമായ ഒരു ചിന്ത ഉടലെടുത്തിട്ടുണ്ട്. ഗംഗാപാർ എന്ന ഈ കൊച്ചു ഗ്രാമം ഇപ്പോൾ ചിന്തിക്കുന്നത് മഴക്കാലക്കെടുതിയെക്കുറിച്ചല്ല, അതുമൂലമുണ്ടാകുന്ന നഷ്ടങ്ങളെ കുറയ്ക്കാനുള്ള പദ്ധതികളെ ആവിഷ്കരിക്കാനുള്ള പരിശ്രമത്തിലാണ്. അതിന് ഈ മിഷണറിമാരുടെ പൂർണ്ണ പിന്തുണയും പ്രാർത്ഥനയുമാണ് ഈ ഗ്രാമത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ യാത്ര ചെയ്യുക എന്നുള്ളത് ഏറ്റവും ദുഷ്കരമായ ഒന്നാണ്. ബിക്കാവാലിയിൽ നിന്ന് വരുന്നതിന് ഈ പള്ളിയിലേക്ക് വരുന്നതിന് പലപ്പോഴും 15-16 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തേണ്ടതായിട്ടുള്ള ഗതികേടുണ്ട്. കാരണം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നുകിൽ റോഡ് കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുന്നു, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുള്ള അവസ്ഥ ഇവിടുത്തെ മിഷണറിമാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. വന്ന കാലങ്ങളിൽ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, 1972 പിതാവും 4 അച്ഛന്മാരും ഒന്നിച്ചാണ് ഇവിടെ വന്നത്. അതിനുശേഷം നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ലാതിരുന്നത് കൊണ്ട് മിസ്റ്റർ ശർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വാടക കെട്ടിടത്തിലാണ് നമ്മളെല്ലാവരും താമസിച്ചിരുന്നത്. ഞാൻ തന്നെ 1974 ഇവിടെ വരുമ്പോൾ അന്നും പിതാവും അച്ഛന്മാരും താമസിച്ചിരുന്നത് അവിടെ തന്നെയാണ്. അവിടെ നിന്നാണ് ഈ സ്ഥലത്തേക്ക് ഏകദേശം 80 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് എത്രമാത്രമെന്ന്. ഇവിടുത്തെ ജനങ്ങളാണെങ്കിൽ അവരുടെ യാത്രയും അവരുടെ ഓരോ ദിവസത്തെയും പരിപാടികൾക്കും, ചന്തയ്ക്ക് പോകുന്നതിന്, അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പോകുന്നതിന് ഇവർക്കുള്ള ബുദ്ധിമുട്ടുകൾ വളരെയാണ്. അവർ പോത്തുവണ്ടിക്ക് പോവും, ചിലപ്പോൾ കാളവണ്ടിയായിരിക്കും, ചിലപ്പോൾ കുതിരവണ്ടിയായിരിക്കാം. വളരെ റെയറായിട്ട് ചിലപ്പോൾ അവർക്ക് ബസ് കിട്ടിയെന്ന് വരും. അങ്ങനെയൊക്കെയാണ് ഇവരുടെ യാത്രാ രീതികൾ. അപ്പോൾ നമ്മുടെ മിഷണറിമാർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ എന്നാൽ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒന്ന്, ഈ കൊച്ചു ദേവാലയത്തിലേക്ക് നമ്മൾ വന്ന് ഇവിടെ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ വൈദികരായ ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങേയറ്റം സന്തോഷമാണ്. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ആ സ്നേഹവും അവരുടെ സന്തോഷവും കാണുമ്പോൾ ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം ഞങ്ങൾ മറക്കുകയാണ്. അതിന് ഞങ്ങളെപ്പോഴും കടപ്പെട്ടിരിക്കുന്ന നല്ലവനായ യേശുവിനോടാണ്. യേശു നമ്മെ അതിന് ആ രീതിയിലാണ് നമ്മെ ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഈ മിഷൻ പ്രദേശത്തെ ഓരോ ജോലിയും ഒരേ ബുദ്ധിമുട്ടുള്ളത് ആണ് എങ്കിലും ഈശോയുള്ള സ്നേഹത്തിൽ ഈ ജനങ്ങൾ വളർന്നു വരുന്നത് കാണുമ്പോൾ ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ മറക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ബിജിനോർ മിഷന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർവഹിക്കപ്പെടുന്നത് വ്യത്യസ്തമായ മേഖലകളിലും വ്യത്യസ്തമായ സമീപനത്തിലൂടെയുമാണ്. അത് ഇവിടുത്തെ മിഷണറിമാരുടെ പരിപൂർണമായ സമർപ്പണത്തിലൂടെയുമാണ് നിർവഹിക്കുന്നത്. ഇങ്ങനെ പറയാൻ കാരണം, ഓരോ മിഷൻ പ്രദേശത്തേക്കും ഇവർ എത്തിപ്പെടുന്നത് സ്വന്തം മനസ്സിനെ ത്വരിതപ്പെടുത്തിക്കൊണ്ടാണ്. ഓരോ മിഷൻ പ്രദേശത്തിൻ്റെയും അവസ്ഥകൾ വിഭിന്നങ്ങളായിരിക്കും. മിക്കവാറും അനുകൂലമല്ലാതായിരിക്കും പ്രകൃതിയുടെ ഇടപെടൽ. ഇതെല്ലാം മുൻപിൽ പ്രതിസന്ധികളായി നിരന്നാലും ഇനി പിന്നോട്ടില്ല എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് മുന്നോട്ട് നയിക്കപ്പെടുന്നത്.
ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങളിലൂടെയുള്ള ആദ്യ ഫലങ്ങൾ ലഭിക്കാനിരിക്കുന്നതേയുള്ളൂ. അത് നിസ്വാർത്ഥമായ മാനവസേവനം എന്ന ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമായി മാറുന്നു ഈ ബിജിനോർ മിഷൻ.